Ajit and Vrinda from Gamaga. നിന്നെ അറിയാൻ നിന്നോടലിയാൻ തിരയായി അലയും കടൽ ഞാൻ കൊതിക്കും പാതിരരാവിൽ മതിക്കും പൗർണമിയായി ഞാൻ നിൽപ്പൂ നിന്നെ കാണാൻ നമുക്കായി താഴം പൂക്കൾ വിരിച്ചു നീരാഴങ്ങൾ ദൂരെ പാടി മൈന കരളലിയും കഥകളിലെ നായകനായി നീ അവിടെ ചിറകുടരാ കിളീണയായി സ്വയമൊരുവും ഞാനിവിടെ ശിലയിൽ നിന്നും ഉണരൂ ഹിമശില നീ തപശില നീ തപസ്സിൽ നിന്നും ശില 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 ഉണരുമോ ഹിമശില നീ തപശില നീ തപസ്സിൽ നിന്നും ശില 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 ഉണരുമോ പളുങ്കിൻ തുള്ളി വീണ പായൽ പുഴയിൽ ചാഞ്ഞുലഞ്ഞ ചന്ദ്രബിംബം താനേ പൊലിഞ്ഞോ നാം തുഴഞ്ഞ നീർകൊതുമ്പിൻ ഓമൽപ്പടി നീ പറഞ്ഞ കഥകൾ പാടേ മറന്നോ വിളി കേൾക്കുമെങ്കിൽ പൊന്നേ ഇനി ഏതു ദ്വീപിൻ കോണിൽ ഒരുപോലെ നമ്മൾ ചേർന്നു പാടും മലരായി കണ്ണിനഴകായി അരികിലായി നിന്നു ഞാൻ നിന്നിലലിയാൻ മഞ്ഞുമഴയായി എന്തിനോ വന്നു ഞാൻ നിന്നിൽ ഞാൻ എന്നിൽ നീ നമ്മളറിയും ഇന്നിതാ. എന്നിൽ നീ നിന്നിൽ ഞാൻ തമ്മിലലിയും ഇന്നിതാ. എന്നിൽ നീ നിന്നിൽ ഞാൻ തമ്മിലലിയും ഇന്നിതാ. What a beautiful start. അല്ലെ ഡാൻസ് ധമാക്കയ്ക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ തുടക്കം. വൃന്ദ അർജുനെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അജിത്തിനെ സോഷ്യൽ മീഡിയ എല്ലാം വരുന്നതിനേക്കാളും മുമ്പ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അവനറിയില്ല. അതാണ് ഇവരുടെ രണ്ടുപേരുടെയും ഒരു പ്രത്യേകത. അറിയാമെങ്കിൽ ഞാൻ തിരിച്ച് ഫോളോ ചെയ്തന്നെ സത്യമായിട്ട്. അതല്ലടാ, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ ആ സമയം മുതൽ അജിത്തിന്റെ വർക്ക്, ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ഹ്യൂമിലിറ്റി, അത് ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അജിത്ത്. കാരണം ആ ടൈമിൽ ഒത്തിരി ഫാൻസ്, സ്പെഷ്യലി പെൺകുട്ടികൾ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അജിത്തിന്, ഒരു സുവർണകാലം അല്ലേ? ഫാനായിരുന്നു അല്ലേ? അപ്പൊ ഈ ഫാനിന് അജിത്തിനെ കിട്ടിയപ്പോ എന്താണ് തോന്നിയത് ശരിക്കും? ഭയങ്കര സന്തോഷം. കാരണം ഈ ഒരു പെർഫോമൻസിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ. ഫസ്റ്റ് ഞാൻ കാണുമ്പോ തന്നെ പറഞ്ഞു ചേട്ടൻ ഭയങ്കര ഫാനാണെന്നാ പറഞ്ഞു. ആൻഡ് ചേട്ടൻ ഞാൻ ശരിക്കും പേടിച്ചിട്ടാണ് പോയത് ആളുടെ മുമ്പിൽ. ആൾ ഇത്രയും സൗന്ദര്യവതിയായ ആള്. ഓക്കെ ഓക്കെ ഗ്ലാമറിലെന്ന് ആര് പറഞ്ഞു? നമ്മള് എന്റെ തങ്ക കൂടെ ചെറുക്കണം കണ്ണു വെക്കരുത്. ഡാൻസിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും ഗംഭീരമായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് കമന്റ്സിലോട്ട് കടക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വിനീതേട്ടൻ ഫസ്റ്റ്. ഹായ് അജിത് ആൻഡ് വൃന്ദ,
ഹായ്. നല്ല രസമുള്ള, കാരണം നമുക്കൊരു തുടക്കം കിട്ടുക എന്ന് പറയുന്നത് രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തു. നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു, അതുപോലെ തന്നെ നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള കോർഡിനേഷനൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തു. നേരത്തെ ഇപ്പോൾ ഇത്രയും ആളുകൾ പറയുമ്പോഴാണ് എനിക്ക് അജിത്തിനോട് അസൂയ തോന്നുന്ന രീതിയിൽ അത്രയും ഫാൻ ബേസിലുള്ള ഒരാളാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇവിടെ പറഞ്ഞു വന്നപ്പോഴാണ് അറിയുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണാൻ പറ്റിയതിൽ. അതിൽ ഡാൻസിലേക്ക് വരാൻ എന്തായിരുന്നു റീസൺ? ചെറുപ്പത്തിലേ പഠിച്ചതാണോ? ഡാൻസ് ശരിക്കും ഞാൻ സെൽഫായിട്ട് ലേൺ ചെയ്തതാണ്. കാരണം എന്ന് വെച്ചാൽ അന്നത്തെ സമയത്തെന്ന് വെച്ചാൽ യൂട്യൂബ് ഒന്നും അധികം ഇല്ല. പിന്നെ ചിത്രഗീതം, ചിത്രഹാറ്, അപ്പോൾ അതൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് അച്ഛനമ്മയൊക്കെ കാണാതെ മാറി എന്നൊക്കെ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഇതിലേക്ക് എത്തണം എന്ന രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട. പിന്നെ സീരിയസ്ലി എനിക്കെന്ന് വെച്ചാൽ ഫസ്റ്റ് എനിക്ക് എൻ്റെ കണ്ണ് കുഴിഞ്ഞിട്ടൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര അപകർഷതമുണ്ട്. അതിനെനിക്ക് ഭയങ്കര കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഇങ്ങനെ കണ്ണിൽ പോലും ഇങ്ങനെ നോക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല ശരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം കുറേ ആയി, ഞാൻ പ്രായമായെന്നല്ല, അങ്ങനെയല്ല, ഞാൻ തന്നെ എന്നെ പ്രായമെന്ന് പറഞ്ഞ ആധാർ കാണിക്കാൻ ഇത്രയും പെൺപിള്ളേർ ഫോളോ ചെയ്യുന്ന ആളാണ്, പൈസ പറഞ്ഞോളല്ലേ. ഇതുപോലെ ഇനിയും നല്ല ഷോ വരുന്നത്, പുതിയ ആൾക്കാരും വരണം. ഞങ്ങളെപ്പോലെ ഡാൻസേഴ്സായിട്ട് അവരും അറിയപ്പെടണം. കാരണം ഈ ഒരു റിയൽ ഷോ എന്ന് വെച്ചാൽ ശരിക്കും എന്താണെന്ന് പറയാൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെ ചോദിക്കണം. എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ശരിക്കും. ഇതെല്ലാം കൂടെ ഉള്ളൊരു കോർഡിനേഷൻ ആണ്. കാരണം എനിക്ക് ഇപ്പൊ ഈ നമ്മുടെ ഇവിടെ സെറ്റ് വർക്ക് ചെയ്ത് അവരുടെ ആ ടൈമിംഗ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ആർട്ട് വർക്കിന് ഒരുപാട് താങ്ക്സ്. കാരണം വെറുതെ പ്രോപ്സ് വരല്ല, അത് ആ പാട്ടിന് കറക്റ്റ് ടൈമിങ്ങിൽ വന്നപ്പോൾ ഞാൻ വാവ് അടിച്ചു പോയി. അങ്ങനെ രസമായിട്ട് അങ്ങനെ ഒരു സെറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കല്ലേ. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഡാൻസ് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും പിന്നെ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് ചെയ്തവർക്ക് ഒരുപാട് സന്തോഷം. കാരണം അവർ ഓൾസോ ഞങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളർന്നവരാണ്. അപ്പൊ അവരും വലിയ വലിയ അടിപൊളിയായിട്ട് വരുവാണ് മക്കളെ. അപ്പൊ പ്രയാഗ. ഹായ് അജിത് ആൻഡ് വൃന്ദ, വെൽക്കം ടു ഡാൻസ് ധമാക്ക. താങ്ക് യു. അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് പെർഫോമൻസിന് വേണ്ടി ഇങ്ങനെ കൊതിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോ ഞാൻ ആഗ്രഹിച്ചത് തന്നെ എനിക്ക് കാണാൻ പറ്റിയെന്നുള്ളൊരു അവസ്ഥയിലാണ്. എനിക്ക് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കെമിസ്ട്രിയാണ്. നിങ്ങളുടെ ബിക്കോസ് റൊമാൻസ് ഇസ് ഓൾ അബൌട്ട് ബോണ്ടിങ്. അപ്പോൾ രണ്ടുപേര് മൂവ്മെന്റ്സിലൂടെയും എക്സ്പ്രഷനിലൂടെയും ആ ഫീല് ഭയങ്കര നന്നായിട്ട് കൺവേ ചെയ്തു എന്ന് തോന്നി. താങ്ക് യു. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കെമിസ്ട്രി കുറച്ചും കൂടെ ഒന്ന് വർക്ക് ആക്കണം എന്നായിരുന്നു. അപ്പോൾ അതിനൊരു കമന്റ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഏട്ടാ? വൃന്ദയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വൃന്ദയ്ക്കൊരു ഡാൻസ് അക്കാഡമി ഉണ്ട്, അർജുൻ ആർട്ട് സ്റ്റുഡിയോ. അർജുൻ ആർട്ട് സ്റ്റുഡിയോ, അതെ. ഓക്കെ. എന്താണ് അപ്പൊ പേരിന്റെ പിന്നിലുള്ള കഥ? അത് എൻ്റെ ബ്രദറാണ് അർജുൻ. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇപ്പം നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കാരണം തന്നെ എൻ്റെ ബ്രദറാണ്. അപ്പോൾ ബിക്കോസ് മൈ ബ്രദർ ഈസ് നോ മോർ. 10 years ബാക്ക് അപ്പോ ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് ഡാൻസ് പഠിപ്പിച്ചത്. ബേസിക്കലി കഥകളി ആർട്ടിസ്റ്റ് ആണ് ഞാൻ, പക്ഷെ എന്റെ ബാക്കി സ്റ്റൈൽസ് ഒക്കെ പഠിപ്പിച്ചത് ചേട്ടനാണ്. ചേട്ടൻ പോയതിന് ശേഷമാണ് സത്യം പറഞ്ഞ് ഞാൻ ഡാൻസിലേക്ക് ഇത്രയും ഇഷ്ടത്തോട് വന്നത്. കാരണം എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയത് ഡാൻസ് പഠിപ്പിച്ചതെന്നെല്ലാം ചേട്ടനാണ്. സോ ചെറുപ്പം മുതലേ ഡാൻസ് സ്റ്റുഡിയോ, ഒരു ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും പല ഫിനാൻഷ്യൽ സാഹചര്യങ്ങൾ കൊണ്ടും, കാരണം ഞങ്ങളുടെ ഏറ്റവും ക്രൂഷ്യൽ പോയിന്റിലാണ് ചേട്ടൻ ഞങ്ങൾക്ക് നഷ്ടമാവുന്നത്. അപ്പോൾ ആ സമയത്ത് പഠിക്കുക എന്നല്ലാതെ എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. പാഷൻ്റെ പുറകെ പോകാന്നുള്ളൂ. ഡാൻസ് ക്ലാസ് ഒക്കെ തുടങ്ങാന്ന് എൻ്റെ ഡ്രീമിൽ നടക്കുപോലും ഇല്ലാത്ത കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്. പക്ഷേ അതിൽ മെയിൻ കാരണം എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ ആണ്. ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ MBA
ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. HR ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും അത് കണ്ടിന്യൂ ചെയ്തു. അത്യാവശ്യം വീഡിയോസ് നല്ല രീതിയിൽ ചെയ്ത് പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് എൻ്റെ ആ സ്വപ്നം ലൈവ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബിൽഡ് ചെയ്തതാണ് അർജുന ആർട്ട് സ്റ്റുഡിയോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ പെർഫോമൻസും എൻ്റെ ഈ ഫ്ലവേഴ്സിൽ ഞാൻ ഈ പങ്കെടുക്കുന്ന പോലും എൻ്റെ ചേട്ടന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഡെഡിക്കേഷനാണ്. ബിക്കോസ് ആള് എവിടെയെങ്കിലും നിന്ന് ഇത് കാണുന്നുണ്ട് എന്ന് ഞാൻ അത്രയും ഒറ്റമരപ്പാതയിലെ കത്തും വെയിൽ പോലെ തനിയെ പോകുന്നു, നെഞ്ചിനിലക്കൂടിനുള്ളിൽ കണ്ണെറിഞ്ഞതാരോ കനിയേ മായുന്നു. കണ്ണിൻ മണി നീയുറങ്ങ മണ്ണിൻ മടിമേലെ അരികെ ഞാനില്ലേ, അമ്മ മനം കേണുറങ്ങും കൺമണി നീ ദൂരെ തിരികെ പോവല്ലേ. എന്നോടിപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, നെവർ. എനിക്ക് മിസ് ചെയ്യുന്നേ ഇല്ല. ബിക്കോസ് നമുക്ക് യെസ് ഐ ക്യാൻ ഫീൽ ഹിം. ബിക്കോസ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ ഞാൻ എങ്ങനെ മിസ് ചെയ്യും? അപ്പോൾ എനിക്ക് ആളെ മിസ് ചെയ്യുന്നേ ഇല്ല. അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ചേട്ടായി, ഞാൻ ഇവിടെ വരെ എത്തി. അയ്യോടാ, അത് എൻ്റെ ചേട്ടായി കാരണമാണ്. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പേരാരും മറക്കരുത്. അതുകൊണ്ടാണ് പേരിന്റെ കൂടെ ചേട്ടന്റെ പേര് ആഡ് ചെയ്തത്. സോ ആ പേരിന് പോലും വൃന്ദാർജുൻ്റെ ഇടയിൽ പോലും ഞാനൊരു സ്പേസ് ഇടാത്തത് നിങ്ങളെന്നെ വിളിക്കുമ്പോൾ പോലും വൃന്ദാർജുൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മരിക്കും വരെ ചേട്ടനെ മറക്കാൻ ഞാൻ സമ്മതിക്കൂല. കണ്ടൊടിഞ്ഞ താമരയിൽ വന്നടഞ്ഞ പൂങ്കിളിയേ നെഞ്ചിലൂറും പൊൻകനവിൻ. ബ്യൂട്ടിഫുൾ ട്രിബ്യൂട്ട് give to your brother. താങ്ക് യു സോ മച്ച്. എത്ര നാൾ കഴിഞ്ഞു കഴിഞ്ഞാലും ചേട്ടനെ ആരും മറക്കരുത് എന്ന് വീണ്ടും വീണ്ടും വൃന്ദ എപ്പോഴും പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സോ ഡെഫിനറ്റ്ലി ഹീസ് അറൗണ്ട്. എന്നെ കാണുമ്പോ നിങ്ങൾ എന്റെ ചേട്ടനെ ഓർക്കണം. ചേട്ടനെ അറിയാത്തവർ പോലും ചേട്ടനെ ഓർക്കണം. അത്രേ ഉള്ളൂ ആഗ്രഹം. ആൻഡ് ജഡ്ജസ്, താങ്ക് യു സോ മച്ച്. ജോബിൻ മാസ്റ്റർ പറയൂ. വൃന്ദ അർജുൻ, യെസ് സർ. ഷോ മോളെ കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ തന്നെ നിങ്ങളുടെ പെർഫോമൻസ്, മോളെ ആ സംസാരം കേട്ടിട്ട് തന്നെ ഭയങ്കര ഒരു ഉള്ളിൽ എന്തോ ഒരു തേങ്ങലോടെ തന്നെയാണ് പറയുന്നത്. ഇറ്റ് വാസ് വണ്ടർഫുൾ പെർഫോമൻസ്. താങ്ക് യു സോ മച്ച്. കേട്ടോ, രണ്ടുപേരും അജിത്ത് രണ്ടുപേരും തകർത്തു മക്കളെ, രണ്ടുപേരും തകർത്തു. ഫസ്റ്റ് ഓഫ് ഓൾ ആ യുവർ ഡ്രസ് കോഡ് മുതൽ ആ ബ്ലൂവിൽ വന്ന് ആ ലൈറ്റിംഗ് വന്ന് അതിലൂടെ പ്രോപ്പർട്ടീസ് ലൈറ്റായി നമ്മളിങ്ങനെ മെൽറ്റ് ചെയ്യിക്കുമായിരുന്നു ഓരോരോ നിമിഷങ്ങളും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പോസ്റ്റേഴ്സ് ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. വന്ന് റോൾ ചെയ്തു, ക്യാച്ച് ചെയ്യുന്നതും അപ്പ് ചെയ്യുന്നതും എല്ലാം പക്കയായിട്ട് ഓരോന്ന് നിങ്ങൾ ചെയ്ത പ്രാക്ടീസ് സെഷൻ. നിങ്ങളെ കെമിസ്ട്രി പറഞ്ഞ പോലെ തന്നെ കെമിസ്ട്രി തന്നെയാണോ നോബിച്ചേട്ടാ? കെമിസ്ട്രി തന്നെയാണോ? അതെ, കെമിസ്ട്രി അത്രേ ഉള്ളൂ, വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. കെമിസ്ട്രി അടിപൊളിയായിരുന്നു മക്കളെ. രണ്ടുപേരും എന്താ പറയാ, ഓരോരോ പെർഫെക്ഷൻ എന്ന് വെച്ചാൽ ഓരോ സൈഡിൽ വന്ന് ചെയ്തതും, നിങ്ങളെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതും, സ്പോട്ട് ലൈറ്റിൽ അജിത്ത് വന്ന് തുടങ്ങിയതും എല്ലാം വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു. എൻഡിങ് അവന്ന് എൻഡ് ചെയ്തതും വളരെ ക്യൂട്ടായിട്ട് വന്ന് മേത്ത് വന്ന് വീഴുന്നു. ശരിക്കും നമ്മളെ മെൽറ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. കണ്ണിലൂറും ഒരു മഞ്ഞു നീർമണിയിൽ തെന്നലൊന്നു വിരൽ തൊട്ടില്ലേ, ഉള്ളിലുള്ള പെരും നൊമ്പരക്കനലു പുഞ്ചിരിക്കുളിരു ചൂടാറായില്ലേ. ഞാനിനി ഒന്ന് ലവ് ചെയ്താലോ എന്ന് വിചാരിക്കുക. ഓ, പ്രേമിക്കാൻ ഒരു മോഹം തോന്നി. ഉള്ളതൊന്നും പോരെ. ലക്ഷ്മി ചേച്ചി, ഐ തിങ്ക് ദിസ് വാസ് എ ഫീസ്റ്റ് ഫോർ യു ഓൾസോ, റൈറ്റ്? എനിക്ക് ഒറ്റ വേർഡ് ഉണ്ട്, എഫേർട്ട്ലെസ്. ബട്ട് എഫേർട്ട്ലെസ് കാണിക്കാൻ എത്രത്തോളം റിഹേഴ്സൽസ് പ്രാക്ടീസ് വേണം ടു മേക്ക് ഇറ്റ് ലുക്ക് സോ ഈസി. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ആൻഡ് വൃന്ദ, വി ഹാവ് സംതിങ് ഇൻ കോമൺ. എൻ്റെ ബ്രദർ ഓൾസോ അർജുനാണ്. എനിക്ക് ഓൾസോ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വാസ് എ വെരി, എന്താ പറയാം, ഇൻസ്പയറിംഗ് ടു സീ ഹൗ യു ഹാവ് യൂസ്ഡ് ദാറ്റ് എനർജി ഓഫ് ഗ്രീഫ് ടു ബ്രിങ് ഔട്ട് യുവർ സക്സസ് ഇൻ ലൈഫ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. എക്സലന്റ്. അനു?
ആദ്യത്തെ പെർഫോമൻസിന് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. താങ്ക് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളത് കാണുന്നില്ലല്ലോ, നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടും ആ ടൈമിങ്ങിന് വന്ന ഫ്ലവേഴ്സൊക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. പാട്ടുകൾക്ക് നല്ല ഫീൽ ഉണ്ട്, അതേ ഫീൽ നിങ്ങൾ ചെയ്തപ്പോഴും ഉണ്ട്. ആ ഫീൽ ഞങ്ങൾക്കും കിട്ടി. അവിടെയാണ് ഏറ്റവും പ്ലസ് പോയിന്റ്. ഒരു പെർഫോമൻസിന്റെ ഫീല് അത് കാണുന്ന ഓഡിയൻസിന് കിട്ടുക എന്ന് പറയണത് വലിയ കാര്യമാണ്. പറഞ്ഞതുപോലെ നിങ്ങളുടെ കെമിസ്ട്രി ഒക്കെ വളരെ നന്നായിരുന്നു. അതേപോലെ നല്ല എഫേർട്ടുള്ള മൂവ്മെന്റ്സ് ആണല്ലേ ചെയ്തത്. പക്ഷെ അങ്ങനത്തെ മൂവ്മെന്റ്സ് ചെയ്യുമ്പോൾ അവർ ഫേസിൽ ആ എഫേർട്ട് കാണുന്നില്ല. അതാണ് നമുക്ക് ആ കെമിസ്ട്രി ഫീൽ ചെയ്തത്. അവർ അത്രയും ടഫായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുമ്പോഴും നമുക്കത് അത്ര ടഫാണോ അവർ ചെയ്യുന്നത്, അവർ ഫേസിൽ അത് തോന്നുന്നില്ലല്ലോ, എന്ത് ഈസി ആയിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നി. എന്തായാലും രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. വൃന്ദ വിഷമിക്കേണ്ട, ഇത് സന്തോഷിക്കാനുള്ള സമയമാണ്. ചേട്ടൻ കൂടെ ഉണ്ടല്ലോ, സങ്കടപ്പെടണ്ട, കരയൊന്നും വേണ്ട. ചേട്ടൻ എപ്പോഴും ഇവിടെ വൃന്ദ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പൊ അതിന് സന്തോഷിക്കുക വേണ്ടത് കേട്ടോ. ഭയങ്കര ഹാപ്പി ഗേൾ ആണ്. അതെ അതെ, ഇവിടെ ഒരാള് അഭിമാനം കൊണ്ട് പുളകം കൊണ്ട് ഇടത്തെ കാലം മേളിൽ കയറി. അതെ അതെ, ഇപ്പോഴേ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് നിങ്ങളല്ലേ പറയണ്ടേ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് കാർഡ്? അപ്പോൾ കെമിസ്ട്രി പ്രൊഫസർ ആണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എല്ലാവരും പറയുന്ന കെമിസ്ട്രീനെ കുറിച്ച്. ഐ മിസ് ദാറ്റ് ഇൻ മൈ ലൈഫ്, അതുകൊണ്ടായിരിക്കും. അപ്പോ പറ, ഇവരുടെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞാണോ? അജിത്ത് മാരീഡ് ആണ്, കുട്ടിയുണ്ട്. വൃന്ദ മാരീഡ് ആണ്, കുട്ടിയില്ല. നീ കല്യാണം കഴിച്ചാ? ഞാൻ ബാച്ചിലർ ആണ്. അപ്പൊ അച്ഛൻ ക്രോണിക് ബാച്ചിലർ. അത്ര അറിഞ്ഞാൽ മതി, നമുക്ക് വേറൊന്നും അറിയണ്ട. അപ്പൊ എന്തായാലും വൺസ് അഗൈൻ നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസ് ഇത്രയും മനോഹരാക്കിയ വൃന്ദ ആൻഡ് അജിത്.